GM ടോക്കണിൻ്റെ ക്ലെയിമിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പോസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടുപോയി, ഇത്തിരി തിരക്കിലായതുകൊണ്ട്. പക്ഷേ അത് ഏതാണ്ട് ലിമിറ്റഡ് സമയത്തേക്കാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ക്ലെയിം ചെയ്യാൻ പിന്നെ ട്രാൻസാക്ഷൻ ഫീസായിട്ട് സോളും ഒക്കെ വേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാനൊന്നും മടിച്ചത്. അപ്പോൾ ആ ഒരു സോൾ മുടക്കിയിട്ട് ക്ലെയിം ചെയ്യാനായിട്ടുള്ളൊരു വെർത്തായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല അത്. പിന്നെ അത് ഓൾറെഡി ആങ്കർ പ്രോഗ്രാമിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ആയി കിടക്കുമായിരുന്നു. അതായത് അത് നമുക്ക് വിഡ്രോ ചെയ്താലും നമ്മുടെ വാലറ്റിൽ കിട്ടില്ലായിരുന്നു, അവരുടെ സൈറ്റിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോ എടുത്തിട്ട് നമുക്ക് ടൈം പീരീഡ് കൊടുക്കാം. 2 വീക്കോ 6 മന്ത്സോ ഒക്കെ കൊടുക്കാം. 6 മന്ത്സ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ അതിപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ക്ലെയിമിങ് ക്ലോസ് ആക്കിയേക്കാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ഏൺ ചെയ്താണ് GMs. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻജോയ് ടെക് വിത്ത് എസ്എൻകെ. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, റിഗാർഡിങ് ദ GM ക്ലെയിം ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അവർ അനൗൺസ്മെൻറ്റിൽ ഇട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ GM ആങ്കർ പ്രോഗ്രാമിലും ഒരു പരിപാടിയിലുമല്ല, ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ GMൻ്റെ ആ ഒരു നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടിയ ആ ഒരു ടോക്കൺ ക്ലെയിം ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് ഇതെന്ന് വെച്ചാൽ. നിങ്ങൾക്ക് ആങ്കർ പ്രോഗ്രാമിലൊന്നും പാർട്ടിസിപ്പേറ്റ് ആവില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്ലെയിമിംഗ് പീരീഡ് എൻഡ് ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ GM ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിൽ ഒരു ആളുടെ യൂസർ നെയിം കാണിച്ചിട്ടുണ്ട്. അയാളുടെ ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് നമ്മുടെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സോൾ അഡ്രസ്സ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. സോൾ അഡ്രസ്സ് എന്ന് വെച്ചാൽ ഫാൻഡത്തിലെ സോൾ അഡ്രസ്സ് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ GM വാലറ്റിൻ്റെ പാസ് ഫ്രേസ് വെച്ചിട്ട് ഫാൻഡത്തിൽ ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ സോളാന അഡ്രസ്സ് കൊടുത്താലും മതി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഇപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് വിത്ത് യുവർ സോൾ അഡ്രസ് ടു ക്ലെയിം ടോക്കൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. GMAയിൽ ആദ്യം പോകാം. GMAയിൽ പോയി കഴിയുമ്പോൾ ഇതെൻ്റെ വേറൊരു അക്കൗണ്ടാണ്. ഇതിൽ ഞാൻ ക്ലെയിം ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇതിൽ ക്ലെയിം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം 54 GM ആണ് എനിക്കുള്ളത്. അപ്പോൾ ക്ലെയിം എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബാക്ക് പോയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യണതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ GMൻ്റെ വാലറ്റ് ഉണ്ടല്ലോ, സൊലാന വാലറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ പാൻഡത്തിൽ ലോഗിൻ ചെയ്യുക. അതിൻ്റെ പാസ്വേഡ്സ് കൊടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുക ഈ പുള്ളിക്കാരന്, മെൻഷൻ ചെയ്തതിന് പുള്ളിക്കാരന്. അപ്പോൾ അത് ഞാൻ ലോഗിൻ ചെയ്യാമെന്ന് വെച്ചാൽ ജസ്റ്റ് ആ പാസ്വേഡ്സ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവില്ല. ആ പാസ്വേഡ്സ് വെച്ചിട്ട് ഫാൻഡം അക്കൗണ്ടിൽ അക്കൗണ്ട് ഉണ്ടാക്കുക. കാണിച്ചു തരാം ഞാൻ എക്സാമ്പിൾ. ഫാൻഡം എടുക്കുക. ഫാൻഡം എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ പോയിട്ട് ആഡ് ഓർ കണക്റ്റ് വാലറ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇമ്പോർട്ട് സീക്രട്ട് റിക്കവറി ഫ്രേസ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു GMൻ്റെ ആ ഒരു സീക്രട്ട് റിക്കവറി ഫ്രേസ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇമ്പോർട്ട് അടിക്കാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് വരും. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് വരും. ഇനി നമ്മൾ ഈ റിസീവ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സൊലാനയുടെ അഡ്രസ്സ് കോപ്പി ചെയ്യാം. പിന്നെ നമ്മൾ നമ്മുടെ ആ സ്ക്രീൻഷോട്ട് എടുക്കണം ആദ്യം. നമ്മുടെ GMൻ്റെ സ്ക്രീൻഷോട്ട് ആദ്യം എടുക്കാം. എന്നിട്ട് നമുക്ക് പുള്ളിക്ക് മെസ്സേജ് അയക്കാം. ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ GMൻ്റെ അനൗൺസ്മെൻറ്റിൽ പോവുക. അനൗൺസ്മെൻറ്റിൽ പോയിട്ട് ഇവിടെ പുള്ളിക്ക് മെസ്സേജ് അയക്കുകയാണ്. എന്നിട്ട് ഇതിൽ നമ്മൾ സ്ക്രീൻഷോട്ടും അഡ്രസ്സും ആണ് കൊടുക്കേണ്ടത്, പബ്ലിക് അഡ്രസ്സും. അല്ലാണ്ട് പാസ് ഫ്രേസ് കൊടുക്കരുത്, മാറിപ്പോയിട്ട് പാസ് ഫ്രേസ് പേസ്റ്റ് ചെയ്ത് കൊടുക്കരുത്. പബ്ലിക് അഡ്രസ്സ് സൊലാനയുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ സ്ക്രീൻഷോട്ട് അയക്കുകയാണ്. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, 2 പ്രാവശ്യം എടുത്തു, മാറിയുണ്ട്. ഓക്കെ, അത് അയച്ചു. എന്നിട്ട് അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇത് കുറച്ച് കഴിയുമ്പോൾ മിക്കവാറും ആ മെസ്സേജ് കാണും. മെസ്സേജ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ടോക്കൺ അയച്ചു തരും. 54 ടോക്കൺ അയച്ചു തരും. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലെയിമിംഗ് ഫീസൊന്നുമില്ല. നമുക്ക് പക്ഷേ ആങ്കർ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നത്രേ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ആങ്കർ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഈ വിഡ്രോവൽ കഴിഞ്ഞിട്ട് ഇതിനെ നിങ്ങൾക്ക് ആ ഒരു GMൻ്റെ ആങ്കർ പ്രോഗ്രാമിങ്ങിൻ്റെ പേജിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുത്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സോളൊക്കെ ട്രാൻസാക്ഷൻ ഫീസായിട്ട് വേണ്ടി വരും. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ക്ലെയിമിങ് മെത്തഡാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ പുള്ളിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പുള്ളി സെൻഡ് ചെയ്ത് തരും. എപ്പോൾ സെൻഡ് ചെയ്ത് തരും എന്നൊന്നും പറയാൻ പറ്റില്ല, പുള്ളി കാണുന്ന സമയത്ത് സെൻഡ് ചെയ്ത് തരും. കാരണം 100 കണക്കിന് മെസ്സേജസ് പുള്ളിക്ക് വണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ സ്ക്രീൻഷോട്ടും അഡ്രസ്സും അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ GMൻ്റെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ നേരത്തെ ക്ലെയിം ചെയ്തവർ എന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ ഫീസ് എല്ലാം കൊടുക്കണമായിരുന്നു. പിന്നെ ആങ്കർ പ്രോഗ്രാമിൽ ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ആയി കിടക്കുമായിരുന്നു നേരത്തെ ക്ലെയിം ചെയ്തവരുടെ കേസ് പറയുകയാണെങ്കിൽ. എന്നിട്ട് അവർ വിഡ്രോ അടിക്കുമ്പോൾ വീണ്ടും ട്രാൻസാക്ഷൻ ഫീസ് കൊടുക്കണമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ക്ലെയിം ചെയ്തതിന് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആങ്കർ പ്രോഗ്രാമിൽ ഓൾറെഡി ഡെപ്പോസിറ്റഡ് ആയിരുന്നു. അപ്പോൾ അതായിരുന്നു ബെനിഫിറ്റ്. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ട്രാൻസാക്ഷൻ ഫീസ് വേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ നിങ്ങളെന്തായാലും ഇപ്പോൾ ക്ലെയിം ചെയ്യാനുള്ളത് ക്ലെയിം ചെയ്യുക. ഇനിയിപ്പോൾ എന്തൊരു നാളത്തേക്ക് ക്ലെയിം ചെയ്യലുണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ മാക്സിമം പെട്ടെന്ന് ഈ സ്ക്രീൻഷോട്ട് അടിച്ച് അഡ്രസ്സും കൊടുത്തിട്ട് ക്ലെയിം ചെയ്യാം. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള എല്ലാ ഗുണങ്ങളും വരുത്താം. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.